ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയുടെ ഒരു ജീവിതമായിരിക്കണം, സന്തോഷത്തിൻ്റെ ഒരു ജീവിതമായിരിക്കണം. നമ്മളെ കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം ഈ പുള്ളി എന്തോ നേടിയിട്ടുണ്ടെന്ന്. എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല. എന്നാലും നമ്മളെ കാണുമ്പോൾ തോന്നണം എന്ന് വെച്ചാൽ നേടിയതൊന്നും പുറമേ അല്ല, നേടിയതൊക്കെ ഉള്ളിലൊരു സന്തോഷം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാട്ടോ. ഗലാത്യ ലേഖനം അധ്യായം 5:22 വചനങ്ങളിൽ അവിടെ കുറിച്ച് വെച്ചേക്കണ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഈ പറയണത്. ഞാൻ ഈ സന്തോഷം, ഈ ആനന്ദം, ഈ സമാധാനം, ഈ സ്നേഹം, ഈ നന്മ, ഇതെല്ലാം, ഈ ക്ഷമിക്കാൻ പറയണത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ക്ലാസ് കേൾക്കുമായിരിക്കും. എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടൊക്കെ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ പേര് ചോദിക്കാണ്ട് ഈ പുള്ളി ക്രിസ്ത്യാനിയാന്ന് പറയാൻ നമ്മുടെ സംസാരവും നമ്മുടെ മുഖഭാവവും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഇടപെടലൊക്കെ കണ്ടിട്ട് ഒരു ക്രിസ്ത്യനാണെന്ന് ചോദിക്കണം. കാരണം ഒരു ക്രിസ്ത്യാനിക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റാവൂ എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്ക്. ഹല്ലേലൂയ. പണ്ട് കാലത്ത് ക്രിസ്ത്യാനികളെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുന്നു. എന്ന് പറയും, ആദ്യ നൂറ്റാണ്ടില്, 1-ാം നൂറ്റാണ്ടിലെ യേശുവിൻ്റെ മരണോദ്ധാനങ്ങൾക്ക് സ്വർഗാരോഹണത്തിനൊക്കെ ശേഷം ക്രിസ്ത്യാനികളെ കുറിച്ച് പറയണത് ഉണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തനം 4:32, ഒപ്പം അപ്പസ്തോല പ്രവർത്തനം 2:44. ഈ 2 വചനങ്ങളും പറയുന്നത് ക്രിസ്ത്യാനികളുടെ സമൂഹം ഒരേ ഹൃദയവും ഒരേ ആത്മാവും ഉള്ളവരായിരുന്നു. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി. അവരെ എൻ്റെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന എല്ലാം പങ്കുവെച്ചു എന്നുള്ളതാ. പങ്കുവെപ്പിൽ അവർ തൃപ്തി കണ്ടെത്തി. തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല. അവർ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി വചനം പങ്കുവെക്കുകയും അപ്പം മുറിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ ദൈവം അനുദിനം അവരുടെ കൂട്ടായ്മയോട് ചേർത്തുകൊണ്ടിരുന്നു. അവരുടെ ജീവിതം തൃപ്തി നിറഞ്ഞതായിരുന്നു. പ്രിയമുള്ളവരെ, ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് പങ്കുവച്ച് സന്തോഷത്തോടെ ജീവിച്ചൊരു സമൂഹം. അവരെ കണ്ടപ്പോൾ മറ്റു മതസ്ഥര്, അതായത് യഹൂദര്, വിജാതീയര്, അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഈ ക്രിസ്ത്യാനികൾ ഇതെന്താ ഇവരിങ്ങനെ? നമുക്കാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത എന്താ ഇവർക്കുണ്ട്? ഇതെന്താ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ? ഇവരെന്താ ഇങ്ങനെയെന്ന് അന്ന് ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ ആളുകൾ ചോദിക്കാറുന്നു. ഇപ്പോഴും ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ആളുകൾ ഇതന്നെ ചോദിക്കും, ഇവരെന്താ ഇങ്ങനെയെന്ന്. ഭാവത്തിൽ അല്പം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഞാൻ അത്ര ഭാവം ഇടാൻ പറ്റുന്ന കലാകാരനല്ല, മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും അല്ല. എങ്കിലും ഉള്ള മിമിക്രിയൊക്കെ വെച്ചിട്ട് ഞാനൊരു ഭാവം ഇട്ട് പറയാം. ശ്രദ്ധിച്ചിരുന്നാലേ പുറകിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകില്ല, എന്നാലും അടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ആ ഭാവം കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി പുറകിലുള്ളവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആ പറച്ചിലൊരു ഭാവമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അഹംഭാവം അല്ല കേട്ടോ, വേറൊരു ഭാവമുണ്ട്, ശ്രദ്ധിക്കണം. ഈ 2 ചോദ്യങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവുകയെ. ആദ്യ നൂറ്റാണ്ടിൽ പണ്ട് ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ യഹൂദരും വിജാതിയരൊക്കെ ചോദിക്കുന്നത്, ഇതെന്താ ക്രിസ്ത്യാനികൾ ഇങ്ങനെ? ഒരു ഭാവമില്ലേ? എന്നെ ശ്രദ്ധിച്ചേ, ഇതെന്താ ക്രിസ്ത്യാനികൾ ഇങ്ങനെ? അവരെന്തൊരു കെട്ടുറപ്പാ, അവരെന്തൊരു സ്നേഹ, അവർ പങ്കുവെക്കണു, അവർക്ക് അത്യാഗ്രഹിക്കണമെന്നില്ല. ഈ ക്രിസ്ത്യാനികൾ എന്താ ഇങ്ങനെ? ഒരു ഭാവമില്ലേ? ഇല്ലേ? ഇപ്പോഴും മറ്റു മതസ്ഥർ ചോദിക്കണ ഇങ്ങനെ, ഇതെന്താ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ? ഒരു ഭാവമൊക്കെ ഇല്ലേ? ഇല്ലേ? ചോദ്യം ഒന്ന് തന്നെയാണ്, ചോദിക്കണ ഭാവത്തിൽ അല്പം വ്യത്യാസം വന്നു. ഞാനിത് തമാശയായിട്ടാ പറഞ്ഞാൽ ഇത് തന്നെ സത്യാ. അതേന്നേ. ഹല്ലേലൂയ. ആ ചൈതന്യവും കൃപയും ഒക്കെ എവിടെയോ ചോർന്ന് പോണുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് പരാതിയും പരിഭവം ആകാണ്ട്, എനിക്കിപ്പോൾ ഉള്ളതെല്ലാം ദൈവം തന്നതാണ്, ഞാനിതിൽ തൃപ്തയാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഉള്ളതുമായിട്ട് ദൈവത്തിലേക്ക് വന്നിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ബാക്കിയുള്ളവരോടും ചേർത്ത് പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഇതിലും വലിയൊരു ക്രിസ്ത്യാനിറ്റി ഒന്നും നമുക്ക് ജീവിക്കാനായിട്ട് ഇല്ല.
നമ്മള് കൊമ്പത്തെ ആത്മീയതയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോണേന് മുമ്പ് സിമ്പിള് പച്ച മനുഷ്യനായിട്ട് ഈശോയോട് ചേർന്ന് നിന്നിട്ട് ബാക്കിയുള്ളവരുടെയും കൂടെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയ സന്തോഷവും സമാധാനമായിട്ട് ഈ ലോകം വിട്ട് പോകാം. അല്ലെങ്കിൽ മരിച്ചു കിടക്കുമ്പോഴും കടന്നിൽ കുത്തിയോട്ടിരിക്കും മുഖം. അല്ല, കണ്ടിട്ടില്ലേ ചില മനുഷ്യർ മരിച്ചു കഴിയുമ്പോഴേ, മരിച്ച് കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പറയും, ചില മനുഷ്യരെ കിടക്കണ കണ്ട മരിച്ചു കിടക്കാന്ന് തോന്നുകയില്ല കേട്ടോ, അല്ലേ? ചിലർ മരിച്ചു കിടക്കണ മരിച്ചതായിട്ടേ നമുക്ക് തോന്നില്ല. പിന്നെയോ ഉറക്കെ പറഞ്ഞോ, ചിലര് ഉറങ്ങിക്കിടക്കുവാന്നേ തോന്നുള്ളൂ, അല്ലേ? ഒരു കുഞ്ഞ് ശാന്തമായിട്ട് നിഷ്കളങ്കമായിട്ട് ഉറങ്ങിക്കിടക്കണോട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? മരിച്ച വീട്ടിലൊന്നും പോകണ്ട കേട്ടോ, അതൊക്കെ ഒരു പുണ്യാണ്. കാരുണ്യ പ്രവർത്തികൾ 14-ൽ 1 മരിച്ചവരെ അടക്കം ചെയ്യണത്. ഹല്ലേലൂയ. കേട്ടല്ലോ അല്ലേ? ചുറ്റുപാട് ആരെങ്കിലുമൊക്കെ മരിച്ചോണ്ടി പൊക്കോളണം, ഒരു ഒപ്പീസ് കൊല്ലാൻ ആ അടക്കിനൊക്കെ ഒന്ന് പൊക്കോളണം. കാരുണ്യ പ്രവർത്തികൾ 14, 7 ആത്മീയങ്ങളും 7 ഭൗതികങ്ങളും. ആ 14 കാരുണ്യ പ്രവർത്തികളെ സഭ പഠിപ്പിക്കുന്നതിൽ ഒരു പ്രവൃത്തിയാണ് മരിച്ചവരെ അടക്കം ചെയ്യുന്നത്. വേറൊന്നാണ് രോഗികളെ. ഭൗതികമായ കാരുണ്യ പ്രവർത്തികൾ 7 അകത്ത് ഒരെണ്ണമാണ് ആ മരിച്ചവരെ അടക്കം ചെയ്യുന്നത്, ഒരെണ്ണമാണ് രോഗികളെ സന്ദർശിക്കുന്നതൊക്കെ. ഇതൊക്കെ ചെയ്തോളണം, കാരുണ്യ പ്രവർത്തിയാണ്. നമുക്ക് വല്ല കരുണയും കിട്ടണമെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ പോയി കഴിയുമ്പോഴേ ഈ മരിച്ചു കിടക്കണ ചിലരെ കണ്ട നമ്മൾ പറയും, കിടക്കണ കണ്ട മരിച്ചാന്ന് പറയല്ലോ, ഉറങ്ങി കിടക്കണോട്ടെ. എന്തൊരു നിഷ്കളങ്കതയാ മുഖത്ത്, അല്ലേ? സംതൃപ്തിയുടെ ജീവിതം നയിച്ചവരാ, ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ഉള്ളിലൊരു വരപ്രസാദമൊക്കെ ഉണ്ട്, ഒരു നന്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മരിച്ചു കിടക്കണ കണ്ടാൽ പോലും മരിച്ചാന്ന് നമുക്ക് തോന്നില്ല, ഉറങ്ങിക്കിടക്കുവാന്നേ തോന്നുള്ളൂ. അത്രയ്ക്കും പ്രസന്നത, അത്രയ്ക്കും വരപ്രസാദം മുഖത്ത്. വേറെ ചിലർ മനുഷ്യരെ ധ്യാനിക്കാൻ വന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് കാലും നീട്ടിട്ട് വായും പൊളിച്ചിരുന്ന് ഉറങ്ങണ കണ്ടാൽ നമുക്ക് ഡൗട്ടാണ്, ഇത് ജീവനുണ്ടോ മരിച്ചു പോയോ എന്ന്. ചില മനുഷ്യർ കിടന്ന് ഉറങ്ങണ കണ്ട നമുക്ക് മരിച്ചു കിടക്കണ നമുക്ക് ഉറങ്ങുമെന്ന് തോന്നും. ചില മനുഷ്യരിരുന്ന് ഉറങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ ആള് തട്ടിപ്പോയി നമുക്ക് തോന്നും. അവരുള്ളവർ ആ ഒരു പ്രസന്നതയും ആ സന്തോഷമൊക്കെ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ സംതൃപ്തിയായിട്ട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലുത് എൻ്റെ ഈശോയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതി. എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് വിലയുള്ളതായാലും ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതി. ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് യേശുവാണ്, യേശുവാണ്, യേശുവാണ്. അത് സ്വന്തമാക്കിയവൻ്റെ ഉള്ളിൽ പിന്നെ സന്തോഷമുള്ളൂ, അവന് പിന്നെ സമാധാനമുള്ളൂ. അവൻ്റെ ജീവിതം എപ്പോഴും ഐശ്വര്യപൂർണ്ണ. അവന് ചിലപ്പോൾ വീടിടിഞ്ഞ് ഒളിഞ്ഞു കിടക്കായിരിക്കും, മക്കൾ വയ്യാണ്ട് കിടക്കായിരിക്കും. ഇതൊന്നും അവൻ്റെ പ്രശ്നമല്ല. അവൻ അതിൻ്റെ ഉള്ളിൽ അതിലും വലിയ എന്തൊക്കെ ആന്തരികമായ സന്തോഷവും ആനന്ദവും കണ്ടെത്തലുണ്ട്. കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് നേടിയെടുക്കാൻ പരിശ്രമിക്കാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. അല്ലാണ്ട് കാശുണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വിവരമുള്ള മനുഷ്യരോട് പോയി ചോദിക്കുക, അത് പറഞ്ഞു തരാനുള്ള വിവരമൊന്നും എനിക്കില്ല. നല്ല ജോലി ഏതാ, നല്ല ബിസിനസ് ഏതാണ്, എവിടെ ഏത് കോളേജിൽ വിട്ടാൽ പഠിപ്പിക്കണം, ഏത് സ്കൂളാണ് നല്ലത്, ഇതൊന്നും പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു മലയാളം മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്ന പറയാൻ, അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞാൽ അറിയാൻ പാടില്ല. പക്ഷേ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനം വേണോ? തമ്പുരാനെ മുറുകെ പിടിച്ചോ, തമ്പുരാനെ കൂടെ കൂട്ടിക്കോ. അത് ഉള്ളിൽ നിറഞ്ഞവരൊക്കെ സംതൃപ്തായിരിക്കും. മരിച്ചു കിടക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങി കിടക്കണോണ്ട് തോന്നും കണ്ട. ഹല്ലേലൂയ. അത് വഴിയരികി മരിച്ചു കിടന്നാലും കിടക്കണ കിടപ്പിനൊരു ചന്തം കാണും. പ്രൈസ് ദി ലോർഡ്. അതല്ലെങ്കിൽ പട്ടുമത്തേ കിടന്ന് മരിച്ചാലും ഒന്നും ഉണ്ടാകാൻ പോണില്ല. ഈ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് പ്രിയമുള്ളവരെ. നോക്കിക്കേ, ഈ കൂട്ടിൽ ഇവിടെ ഇപ്പോൾ ഒരാളുള്ളൂ, പാവം ഉണ്ണി അനാഥനായിട്ട് കിടക്കുവാണ്. സാധാരണ കൂട്ടിലൊക്കെ അപ്പുറം ഇപ്പുറം ഔസേപ്പിതാവും മാതാവും ഉണ്ടല്ലേ. അവർ ഉണ്ണീനെ മാത്രം വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയി മാതാവ് ഔസേപ്പിതാവ്. എന്തോ ആട്ടെ, ഇത് അച്ഛന്മാരോട് പറയണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. എങ്കിലും ഉണ്ണി സാധാരണ ഞാൻ പറയുന്നു, ഈ പുൽക്കൂട്ടിലെ ഈ മറിയത്തിനും യോസേപ്പിനും ഒക്കെ സന്തോഷം എന്ന് പറയാൻ എന്താ ഉള്ളത്? അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ കാര്യമുള്ളൂ. അതില്ലെങ്കിൽ അവർക്ക് സന്തോഷമില്ല. എന്തത്? ഈ ഉണ്ണീശോ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ. ഹല്ലേലൂയ. അതില്ലാണ്ട് എന്തോന്ന് കാലിത്തൊഴുത്തിന് എന്തോ സന്തോഷം. ഇന്ന് നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്, അന്നത്തെ കാലിത്തൊഴുത്തിൽ ആരിങ്ങനെ സീരിയൽ സെറ്റൊക്കെ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മളുണ്ടാക്കണ പുൽക്കൂടൊക്കെ നല്ല രസമുണ്ട് കാണാൻ, അടുത്ത് പോയിരിക്കാൻ തോന്നും. നമ്മുടെ വീട്ടിലെ തൊഴുത്തിൻ്റെ അടുത്ത് പോയി ഇത്ര ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് അവരതിൻ്റെ ഇടയിൽ സന്തോഷം. ഇതിൻ്റെ അകത്തൊക്കെ ഏത് ഉണ്ണിയും കടന്നു പോകും അറിയാണ്ട്. അപ്പം അതുകൊണ്ട്
അവരുടെ ആ മറിയത്തിന്റെ യൗസേപ്പിന്റെ സന്തോഷം എന്ന് പറഞ്ഞത് വേറെ ഒരു മഹനീയതയല്ല. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഉണ്ണി കിടപ്പുണ്ട്, അവന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ കഴിയുന്ന ജ്ഞാനികൾക്ക് അതിലും സന്തോഷം തോന്നിയത് ഈ കാലിത്തൊഴുത്തിന്റെ മുന്നിൽ വന്നപ്പോഴാ. കാരണം അതിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ കിടപ്പുണ്ട്, ലോകത്തിന്റെ രക്ഷകനായ യേശു. ഹല്ലേലൂയ.